നല്ല പഴുത്ത ചക്ക വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചക്കൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് പഴുത്ത ചക്കച്ചുള അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതാ ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിക്കുഴിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ അരച്ച് വെച്ചിട്ടുള്ള ചക്കയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കയുടെ ഈ ഒരു അളവിനനുസരിച്ചിട്ട് വേണം പൊടി വാട്ടിയെടുക്കാൻ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കൈയെടുക്കാതെ ഇളക്കി അടിയിലൊന്നും പറ്റി പിടിക്കാതെ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി പാകത്തെ ഒരു മാവ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാക്കി എടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഒരു 3 അച്ച് ശർക്കര ഒരു 1/3 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഏറ്റവും കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അത്രയും കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങ ചിരവിയതും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് അവിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്നാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുക്കുക. ഇനി ഓരോ ഉരുളയും ഇതുപോലൊരു വാഴയിലയിൽ വെച്ചിട്ട് കനം കുറച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഏറ്റവും കനം കുറച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്ന അത്രയും കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് മടക്കി വെക്കാം. ഇത് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചക്ക അട റെഡിയായി. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്